അത് ഞാൻ അബ്ദു ഓയിലഗ്രാഫാം. ഇന്നുള്ളത് മന്നിതാപുര, അതായത് ഗുണ്ടൽപേട്ടൻ്റെയും മൈസൂരിൻ്റെയും ഇടയിലുള്ള സ്ഥലം, ഒരു ഗ്രാമമാണ്. ഇവിടെ നേരത്തെ വീഡിയോ ചെയ്തില്ല, നമ്മളെ മാംഗോൻ്റെ ഒരുവിധം പ്ലാന്റേഷനൊക്കെ ചെയ്ത്, മല്ലികൻ്റെ വലിയ തൈകൾ, ഇനി ഓറഞ്ച്, മുസമ്പി, കസ്റ്റേർഡ് ആപ്പിള്, ചിക്കു ഇതെല്ലാം വെക്കാനുണ്ട്. അതൊക്കെ അവിടെ സ്റ്റോക്കാണ്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ കൾട്ടിവേഷൻ രീതി ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മൾ 3-6 വെക്കുക. 3 മീറ്റർ ഇങ്ങനെ വരും, 6 മീറ്റർ ഇങ്ങനെ വരും. ഉള്ളിൽ കൂടെ വണ്ടി ഓടിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടാവും, റോഡായിട്ട് വരും. ഇത് കണ്ടോ, ആദ്യം ഇങ്ങനെ JCB കൊണ്ട് കുയ്യെടുത്ത്, വലിയ കുയ്യ് 1.5 മീറ്ററിൽ അധികം കുയ്യുണ്ട്. തെങ്ങുയിൻ്റെ മാതിരി കുയ്യെടുത്തിട്ട് കുയ്യ് മൂടിക്കാഞ്ഞ് JCB കൊണ്ടിൻ്റെ മൂടി. എന്നിട്ട് ഇതാ കവർ കട്ട് ചെയ്തിട്ട്, പിന്നെ കവർ കട്ട് ചെയ്തിട്ട് മണ്ണിലിറക്കി വെച്ച്, പിന്നെ നല്ല നല്ല കാറ്റിലുണ്ട്. അടിപൊളി സ്റ്റാൻഡ് വെക്കണം. സ്റ്റാൻഡ് കവർ ചെയ്താണ് പ്ലാസ്റ്റിക് കൊണ്ട്, കാരണം ചെതല് പിടിക്കും. ഇനി വളടും. അത് ചാണപ്പൊടി മാത്രമാണ് നമ്മൾ പിന്നെ ഫസ്റ്റ് കൾട്ടിവേഷൻ ചെയ്യുന്ന സമയത്ത് ചെയ്യാറ്. പിന്നീട് വേറെ വേപ്പ് മണ്ണാക്കി എല്ലുപൊടിയൊക്കെ ഇടണേട്ടാ. മണ്ണിൻ്റെ pH നോക്കി അതിനനുസരിച്ച്. ഇവിടെ ബോറോണിൻ്റെ കണ്ടന്റ് കൂടുതലാണ്, അതുകൊണ്ട് ഒരുപാട് വളങ്ങളൊന്നും പെട്ടെന്ന് ചെയ്യുന്നില്ല നമ്മൾ. നല്ല മണ്ണാണ്, ചാണപ്പൊടി വേര് പിടിക്കാനുള്ള മട്ടിത്താലം. ഒരു കാരണവശാൽ കുയ്യിലേക്ക് ഇറക്കി വെക്കരുത്. ഇറക്കി വെച്ചാൽ വെള്ളം നിൽക്കും മഴ പെയ്യുമ്പോൾ. പിന്നെ ഈ ലെവലിൽ, ഭൂമി ലെവലിലാവാം. നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഭൂമിൻ്റെ ലെവലിലേ ഉണ്ടാവാൻ പാടുള്ളൂ. അത് അവിടെ കണ്ടങ്ങൾ ഇതിങ്ങനെയാണ്. ഇത് ഏകദേശം കഴിഞ്ഞ് ഇനി മണ്ണിട്ട് സെറ്റാക്കി വെള്ളം കൊടുക്കും. അവിടെ നോക്കൂ, പിന്നെ നമ്മളൊക്കെ വെച്ച് കഴിഞ്ഞു. ഇതെന്താ കറക്റ്റ് റോഡ്, 6 മീറ്ററുള്ള റോഡാണ്. ഇതിനുള്ളിൽ കൂടെ വണ്ടി ഓടിക്കുക, മാങ്ങ പറിക്കുക 2 ഭാഗത്തുനിന്നും. പിന്നെ ഹൈ ഡെൻസിറ്റി ഫാമിംഗ് എന്നാണ്. ഇതുണ്ടോ, ആ ഭാഗമൊക്കെ കഴിഞ്ഞു. ഇനി ഈ ഭാഗം വെക്കാനുള്ളത് കുയ്യെടുത്തിട്ട് സെറ്റാക്കിയാണ്. ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുക്കും, പൈപ്പ് തുള്ളിനാനാണ് കൊടുക്കുക. മനസ്സിലായിട്ടുണ്ടാവും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കുക, വിളിച്ചാൽ മതി. ഓക്കെ, ബൈ.